ഒരു ഗുരുവിൽ നിന്നും മന്ത്രോപദേശം നേടണമെന്ന് തോന്നിയാൽ പോരാ, ആ തോന്നൽ ഉറയ്ക്കണം. ശരി, ബാക്കി വായിക്കാം. അത് സാധ്യമാകാതെ വരികയും തുടർന്ന് ആ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചും ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങൾ മറ്റു മാധ്യമങ്ങൾ വഴി പഠിച്ചും സാധന ചെയ്തും ഏകാഗ്രതയിലെത്തുന്നത് ശരിയായ രീതിയാണോ? തീർത്തും ശരിയായ രീതി തന്നെയാണ്. പക്ഷെ അത് മന്ത്രോപാസനയല്ല. നമ്മളെ മനസ്സിൽ എന്തോ ഒരു മന്ത്രം തോന്നി അത് ഗുരു പറഞ്ഞു തന്നാണെന്ന് നമ്മൾ അധ്യാരോപിച്ച് ആ ഗുരു ഉപദേശിച്ചതാണെന്ന് സങ്കല്പിച്ച് ജപിക്കരുത്. മറിച്ച് ഒരു ഗുരു ഒരാളെ ഒരു ഗൗരവത്തോടു കൂടി നമ്മൾ കണ്ടു, അതിന് വിരോധമല്ല, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കൊക്കെ ഉണ്ട്. ആ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. പക്ഷെ ആ ഗുരു നമ്മളെ ശിഷ്യനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? അതില്ല. മനസ്സിലായില്ല? ഞാൻ സ്വാമി എനിക്ക് മന്ത്രോപദേശം ചെയ്യണത് സ്വപ്നം കണ്ടു കേട്ടോ, അന്ന് മുതൽ ഞാൻ ആ മന്ത്രം ജപിക്കുക, സന്തോഷം. അപ്പൊ സ്വാമി എൻ്റെ ഗുരു ആണല്ലോ. ഞാൻ നിന്റെ ഗുരു അല്ല. എന്തുകൊണ്ട്? ഞാൻ ആ സ്വപ്നം കണ്ടിട്ടില്ല. നീയല്ലേ കണ്ടത്? നീ കണ്ടാ നിനക്ക് ഞാൻ ഗുരു, സമ്മതിച്ചു. പക്ഷെ നീ എനിക്ക് ശിഷ്യനല്ല. മനസ്സിലായില്ല? നേരെ മറിച്ച് അയാൾ അറിയാണ്ട് ഞാൻ അയാളെ സ്വപ്നം കാണുക എൻ്റെ ശിഷ്യനായിട്ട്. അപ്പൊ എനിക്ക് അയാൾ ശിഷ്യനാണ്, അയാൾക്കോ ഞാൻ ഗുരുവാണോ? അല്ല. രണ്ടുപേരും ഒരേ സമയത്ത് സ്വപ്നം കാണുകയും രണ്ടാളും ആ സ്വപ്നത്തിൽ ഉഭയസംഹിതമായ രീതിയിൽ അംഗീകരിച്ചു കരാറൊപ്പിടുകയും ചെയ്താൽ ശരി. അല്ലാച്ചാൽ അത് വയ്യ. അത് സ്വന്തം ഭാവനയാണ്. ശ്രദ്ധിക്കുക. മനസ്സിൽ ധ്യാനിച്ചും ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങൾ മറ്റു മാധ്യമങ്ങൾ വഴി പഠിച്ചും. അത് നല്ല കാര്യമാണ്. ഗുരു പറയണത് മാധ്യമങ്ങൾ വഴി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പുസ്തകം, ഇതൊക്കെയാണ് മാധ്യമങ്ങൾ. അത് ലോകത്തിനോട് ആ വ്യക്തി സംവദിക്കുന്നതാണല്ലോ. അതിലെന്തായാലും തനിക്ക് സ്വീകരിക്കാനുള്ളതും ഉണ്ടാകും. പക്ഷെ തനിക്ക് സ്വീകരിക്കാനുള്ളത് മാത്രമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകത്തിനോട് മൊത്തം പറഞ്ഞു കൊടുത്തത് ആണത്. അതിൽ നിന്ന് തനിക്ക് സ്വീകരിക്കാനുള്ളത് പ്രത്യേകം സ്വീകരിക്കണം, അല്ലാണ്ട് എല്ലാം സ്വീകരിക്കരുത്. ഇപ്പം ഇവിടെ നമ്മളൊരു പ്രഭാഷണം ചെയ്യാൻ വിചാരിച്ചോളൂ. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഒരാൾക്ക് ഇതിൻ്റെ ഒരംശം സ്വീകാര്യം ഉണ്ടാവുള്ളൂ, 90 തള്ളേണ്ടതായിരിക്കും. ഇപ്പം 90 തള്ളേണ്ടത് പറഞ്ഞുകൊണ്ട് ചിദാനന്ദപുരി സ്വാമി മോശക്കാരനാണെന്ന് പറയരുത്. കാരണം എന്നോട് ഒറ്റയ്ക്കുള്ള ഉപദേശം അല്ല ഇത്, ബഹുസമൂഹത്തോടുള്ള ഉപദേശമാണ്. അതെപ്പോഴും വേർതിരിക്കാൻ കഴിയണം. ഏകാഗ്രതയിലെത്തുന്നത് എന്തായാലും ശരിയായ രീതിയാണ്. ഏകാഗ്രതയിലെത്തുന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതി തന്നെയാണ്, ഒരു തെറ്റുമില്ല. ഇതാണ് അതിന് മറുപടി പറയാനുള്ളത്. ഈ മന്ത്രോപദേശം നേടണമെന്ന് തോന്നിയാൽ ആദ്യം ആ തോന്നലൊന്ന് ഉറപ്പിക്കണം. അത് അന്വയ വ്യതിരേകങ്ങളെ കൊണ്ട് ചിന്തിച്ച് ഇത് വെറും മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണോ അല്ല ഉറപ്പാണോ എന്ന് ആദ്യം നിശ്ചയിക്കണം. ഉറപ്പാണ് എന്ന് വരികിൽ ആരെയാണോ അങ്ങനെ ചിന്തിച്ചുറപ്പിച്ചത് അയാളെ സമീപിക്കണം, അയാളുടെ നേരിട്ട് പറയണം. അതാണ് വ്യവഹാരത്തിൽ വേണ്ടത്.